നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ 2024 ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ മകം നക്ഷത്രം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ സാമാന്യ ഫലങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജൂലൈ മാസത്തെ ഗ്രഹസ്ഥാനങ്ങൾ നോക്കുമ്പോൾ സൂര്യൻ ജൂലൈ 15 വരെ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കടകത്തിലേക്ക് സ്ഥാനം മാറുകയും ചെയ്യും. അതായത് കർക്കടക മാസം ആരംഭിക്കും ജൂലൈ 16 ആകുമ്പോഴത്തേക്കും. ബുധൻ ജൂണിൽ തന്നെ കർക്കടകത്തിലേക്ക് മാറിക്കഴിഞ്ഞു. തൊട്ടുപുറകെ ജൂലൈ 7 ആകുമ്പോഴത്തേക്കും ശുക്രനും കർക്കടകൻ രാശിയിലേക്ക് പകർന്ന് വരും. ചൊവ്വയാണെങ്കിൽ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് ജൂലൈ 12 തീയതി മാറും. ശനിയാണെങ്കിൽ മൂലത്രികോണമായ കുംഭത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വക്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ശുഭഗ്രഹമായ വ്യാഴമാണെങ്കിൽ ഇടവൻ രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹു മീനൻ രാശിയിൽ പിന്നോട്ട് സഞ്ചരിക്കുന്നു. കേതു കന്നി രാശിയിൽ പിന്നോട്ട് സഞ്ചരിക്കുന്നു. ഇതാണ് താൽക്കാലിക ഗ്രഹാവസ്ഥകൾ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗ്രഹചാര ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അതോടൊപ്പം തന്നെ ഈ നക്ഷത്ര സ്വഭാവം കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. എപ്പോഴും ഈ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള താൽക്കാലിക ഫലം പറയുമ്പം ആ നക്ഷത്രത്തിൻ്റെ സ്വഭാവം, ഓരോ സാഹചര്യങ്ങൾ ഓരോ നക്ഷത്രക്കാർ ഓരോ രീതിയിലാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്താണ് നമ്മൾ ഫലം പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് മകം നക്ഷത്രം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. മക നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾ കൂടുതലായിരിക്കും രണ്ടാമത്തെ പകുതിയേക്കാളും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ കൂടുതൽ ചുമതലകളോ ഒക്കെ ലഭിച്ചേക്കാം. അധികാരങ്ങൾ വർദ്ധിക്കാനായിട്ടിടയുണ്ട്. അവധിയിൽ പോയിരുന്ന ആൾക്കാർ സർവീസിലെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കൊണ്ടോ അവധിയിലൊക്കെ നിന്നിരുന്ന ആൾക്കാർക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുടിശ്ശിക തുകകളൊക്കെ ലഭിക്കാൻ, അതുപോലെ കടം നേരത്തെ നൽകിയിരുന്ന തുക ലഭിക്കാതെ നമ്മൾ ബുദ്ധിമുട്ടിയിരുന്നത് ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. തർക്കങ്ങൾക്കൊക്കെ മധ്യസ്ഥത വഹിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. മാസത്തിൻ്റെ രണ്ടാം പകുതി ആകുമ്പോഴത്തേക്കും അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പിതൃസ്വത്തൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട്. പൊതുവെ കുടുംബാംഗങ്ങളുടെ പിന്തുണയൊക്കെ ലഭിക്കുന്ന സമയവുമാണ്. രണ്ടാം പകുതിയിലെ ബിസിനസ്സിലൊക്കെ ലാഭം അല്പം കുറയും. കുറേ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. മാസത്തിൻ്റെ ആദ്യ പകുതിയിലെ മിക്കവാറും കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. സൂര്യനും ശുക്രനും ഒക്കെ മാറുന്നതിന് മുമ്പ് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഗവേഷകർക്കൊക്കെ അനുകൂലമായ സന്ദർഭമാണ് ഏതാണ്ട് 15 തീയതി വരെയുള്ള സമയം. അതുപോലെ തന്നെ ദമ്പതിമാർക്കിടയിൽ ഐക്യമൊക്കെ ഉണ്ടാകും. നല്ല സമ്മാനങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തന്നെത്താനെ വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ചെറിയ വ്യാപാരങ്ങളൊക്കെ സ്വന്തം നിലയ്ക്ക്, പിന്നെ ഇപ്പം പലഹാരം ഉണ്ടാക്കി വിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക്, ചെറുകിട വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് ജൂലൈയുടെ ആദ്യ പകുതി ഭാഗം. രണ്ടാമത്തെ പകുതിയിൽ ലാഭം അല്പം കുറയും. തീരെ മോശമല്ല, എന്നാലും രണ്ടാമത്തെ പകുതിയിൽ അത്ര തന്നെ ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ് കാണുന്നത്. അടുത്തത് പൂരം നക്ഷത്രത്തിൻ്റെ ഫലമാണ്. പൂരം നക്ഷത്രക്കാർക്ക് നല്ല കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ പൊതുവെ ഒരു നവീകരണം നടക്കുന്നതായിട്ട് തോന്നും. കുറച്ച് മെച്ചപ്പെടും ബിസിനസ്. ശുക്രൻ്റെ മൗഢ്യം അവസാനിക്കുന്നത് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് ഗുണകരമാണ്. ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനിടയുണ്ട്. കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയൊക്കെ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമായ അവസ്ഥയാണ്. ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മാസത്തിൻ്റെ ഒടുവിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംഘം ചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ, അതായത് ഉദാഹരണത്തിന് സർവീസ് സംഘടന അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്വാശ്രയ സംഘം, അയൽക്കൂട്ടം പോലുള്ളത്, അതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മറ്റംഗങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെ വിയോജിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ 2 ആഴ്ചകൾ പൊതുവെ അനുകൂലമാണ്. ചെറിയ പരിശ്രമം കൊണ്ട് തന്നെ കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ആദ്യത്തെ 2 ആഴ്ച ബിസിനസ്സിനൊക്കെ വളരെ അനുയോജ്യമാണ്. തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.
പൊതുപ്രവർത്തകർക്ക് അനുയായികളുമായിട്ട് നല്ല ബന്ധം പുലർത്താനായിട്ട് സാധിക്കും, അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പിതൃസ്വത്തോ മാതൃസ്വത്തോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ജീവിതവും മാസത്തിൻ്റെ പകുതി വരെ വളരെ ഗുണകരമായിട്ടാണ് പോകുന്നത്. എന്ന് വിചാരിച്ച് രണ്ടാമത്തെ പകുതി ആകുമ്പോഴത്തേക്കും വഴക്കുണ്ടാകും എന്ന് ധരിക്കരുത്. എങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതായത് സംഘം ചേർന്നുള്ള നമ്മളും മറ്റൊരാളും ആയിട്ടുള്ള ഇടപാടുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനാണ് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ സാധ്യതയുള്ളത്. ഇതാണ് പൂരത്തിൻ്റെ പൊതുവായ അനുഭവങ്ങളായിട്ട് കാണുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കാൽഭാഗം ചിങ്ങക്കൂറിലും അവസാന മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയാണ് അനുകൂലമായ സാഹചര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം സാമാന്യം തൃപ്തികരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പ്രവർത്തന രംഗത്തെ തടസ്സങ്ങളൊക്കെ മാറി ആ രംഗം അനുകൂലമാകും, നമ്മുടെ കർമ്മരംഗം അനുകൂലമാകും. അധികാരികളുടെ പ്രീതി ലഭിക്കുന്നതാണ്, അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്, നമ്മുടെ ജോലി അംഗീകരിക്കപ്പെടുന്നതാണ്. സ്ഥാനക്കയറ്റം, ശമ്പളത്തിൽ വർധനവ് ഒക്കെ ലഭിച്ചേക്കാം. വീട്ടിലെ ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപൂർണമായിരിക്കും, സന്തോഷമുണ്ടാകും. സുഖഭോഗ വസ്തുക്കളൊക്കെ, ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനം വാങ്ങാൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുകയോ ചെയ്യും. പ്രണയ വിവാഹങ്ങളൊക്കെ സഫലമാകുന്നതാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവർ കുറച്ചൊന്ന് ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കണം. അതുപോലെ വാഹനം ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ശ്രദ്ധ പുലർത്തണം. സാമ്പത്തിക ഇടപാടുകളിൽ ഉത്ര നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഈ മാസം. ആദ്യത്തെ പകുതി ഭാഗത്ത്, മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ, അതായത് സൂര്യൻ മാറുന്നതിന് മുമ്പുള്ള ആ സമയത്ത് ആദ്യത്തെ 15 ദിവസം നോക്കുമ്പോൾ ഗാർഹിക ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. കൃഷിയിൽ നിന്ന് കുറച്ച് വരുമാനമൊക്കെ കൂടുതലായിട്ട് കിട്ടും. കന്നിക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭാഗ്യപുഷ്ടി ഉള്ള സമയമാണ്. വരുമാന മാർഗങ്ങളൊക്കെ തെളിയുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ നമുക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. ചിട്ടി, പഴയ നിക്ഷേപങ്ങൾ, ഇവയിൽ നിന്നൊക്കെ നല്ല ആദായം കിട്ടാനും സാധ്യതയുണ്ട്. ചിങ്ങക്കൂറുകാർക്കും സാമ്പത്തികമായിട്ട് സാമാന്യം മെച്ചമാണ് ആദ്യത്തെ പകുതിയിൽ കാണുന്നത്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് സൂര്യൻ, വ്യാഴം, ശനി, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ സാമാന്യ അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുന്നത്. കുറേയേറെ ഗുണാനുഭവങ്ങൾ അവർക്ക് ഈ മാസം പ്രതീക്ഷിക്കാം. എതിർപ്പുകളെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് കൂടുതൽ ആനുകൂല്യങ്ങളും അംഗീകാരവും ലഭിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളത്തിൽ വർധനവിന് സാധ്യതയുണ്ട്. തൊഴിലുടമ അവരുടെ പ്രവർത്തനമൊക്കെ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. സർവീസിലൊക്കെ ഉള്ളവർക്ക് ബിസിനസ്സിലെ മാന്ദ്യം മാറുന്ന ഒരു മാസമാണ്. സാമാന്യം പുരോഗതി ഉണ്ടാകും. ക്രമേണയായിരിക്കും പുരോഗതി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിൽ ഉള്ള അറിവ് നേടാനുള്ള അവസരങ്ങളുണ്ടാകും. കുടുംബത്തിൽ നന്നായിട്ട് പ്രയോജനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പറ്റും. വീട്ടിലോട്ട് ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഈ മാസം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കാരുണ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൂട്ടായ്മകളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഈ മാസം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ നിന്ന് കുറേ അംഗീകാരമൊക്കെ കിട്ടുന്നതുമാണ്. അപ്പോൾ വീട് നിർമ്മാണം തടസ്സപ്പെട്ട് കിടന്നത് ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ്. കഫജന്യ രോഗങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പൊതുവെ ആത്മാർത്ഥതയും തൊഴിലിലെ മികവുമൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഉദ്ദേശിക്കുന്ന ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുതിയ മാർഗങ്ങൾ അവലംബിക്കുകയും അതിലൂടെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ഭാഷാപരമായിട്ട് കൂടുതൽ അറിവ് നേടാനുള്ള അവസരങ്ങളുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. ദേവാലയങ്ങളൊക്കെ ദർശിക്കാനുള്ള യോഗമുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കാനും യോഗമുണ്ട്. മക്കളുടെ കാര്യത്തിലൊക്കെ, വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാനുള്ള ഒരു കാലമാണ്, ഒരു മാസമാണിത്. എങ്കിലും ആരോഗ്യപരമായിട്ട് കുറച്ച്
ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ കുറച്ച് അലച്ചിലുകൾ ഉണ്ടാകാം. ആരോഗ്യ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ അല്ല ബുദ്ധിമുട്ട്, യാത്ര ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഉറക്കം കൃത്യമാകാതെ വരിക, ഇതിലൂടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിയ തോതിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ഇതൊക്കെ നമ്മൾ പാലിക്കണം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പകുതി കന്നിക്കൂറിലും രണ്ടാമത്തെ പകുതി തുലാക്കൂറിലുമാണ്. അവർക്ക് പ്രവൃത്തികളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിസ്സാരമായിട്ട് കാണുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാരമില്ല, അല്ലെ പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രോകാസ്റ്റിനേഷൻ നടത്തുന്നത് നല്ലതല്ല. പിന്നീടത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. ഇന്ന് നടക്കേണ്ട കാര്യങ്ങൾ കഴിയുന്നതും ഇന്ന് തന്നെ ചെയ്യുക. പരമാവധി നാളെ രാവിലെ ചെയ്യാം എന്ന് വിചാരിക്കുക. ഒരിക്കലും അതിലും നല്ലത് ഇന്ന് തന്നെ ചെയ്യുക, ഇപ്പം തന്നെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. ഞാൻ പറഞ്ഞത് പരമാവധി ഇന്ന് എന്തെങ്കിലും അസൗകര്യം വന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് ചെയ്യുക. നീട്ടിവെക്കുന്നതും അത് വളരെ നിസ്സാരമായിട്ട് കാണുന്നതൊക്കെ ദോഷം ചെയ്യും. വൈകാരിക പ്രതികരണങ്ങൾ പ്രതികൂലമായേക്കാം. ഈ പരാതിയും പരിഭവവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിച്ചേക്കാം. പുസ്തകരചന, സാഹിത്യരചനകൾ, പുസ്തക പ്രസിദ്ധീകരണം, ഇതിലൊക്കെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് സഹകരണം ലഭിക്കുന്ന ഒരു സമയമാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഗുണകരമായ കാര്യങ്ങളൊക്കെ, വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നുള്ള ആനുകൂല്യമോ അല്ലെങ്കിൽ വിദേശ പ്രസാധകരിൽ നിന്നും പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവസരമോ ഒക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. കന്നിക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂല സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഔദ്യോഗിക കാര്യങ്ങളിൽ കൂടുതൽ വിജ്ഞാനം പ്രകടിപ്പിക്കാൻ സാധിക്കും. അത് മേലധികാരികൾ അംഗീകരിക്കുകയും ചെയ്യും. പിന്നെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. ജോലി ഇരിക്കുന്നവർക്കാണെങ്കിലും പുതിയ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. തൊഴിൽ സമ്മർദ്ദം കുറച്ച് വർദ്ധിക്കും. കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കപ്പെടും. സഹപ്രവർത്തകരിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പിന്തുണ കിട്ടാത്തത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ ചില ആനുകൂല്യങ്ങൾ, സർവീസിൽ കിട്ടേണ്ട ചില ആനുകൂല്യങ്ങൾക്കായിട്ട് അല്പം കൂടെ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. യാത്രാ ക്ലേശത്തിനും സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യത്തിൽ ചെറിയ സ്വൈരക്കേടുകൾക്കും സാധ്യതയുണ്ട്. അടുത്ത ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് സൂര്യൻ 9ലും 10ലുമായിട്ടാണ് ഈ മാസം സഞ്ചരിക്കുന്നത്. ജൂലൈ 2ാം പകുതി കൂടുതൽ മെച്ചപ്പെട്ടതാണ് ആദ്യത്തെ പകുതിയേക്കാളും. പിന്നെ ചോതി എന്ന് പറയുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അപ്പോൾ തുലാം രാശിയുടെ അധിപനായ ശുക്രന് മൗഢ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ മൗഢ്യം മാറുന്നത് കൊണ്ട് ശുക്രൻ്റെ ആനുകൂല്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ലഭിക്കും. കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ആരംഭിക്കാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ സാമാന്യമായ ലാഭം കിട്ടിത്തുടങ്ങും. ആത്മവിശ്വാസം വർദ്ധിക്കും. പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടാകും. കലാപരിശീലനം നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്വതസിദ്ധമായിട്ടുള്ള കഴിവുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകും. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ്. കച്ചവടത്തിൽ സാമാന്യം ലാഭം കിട്ടുന്ന ഒരു കാലമാണ്. ഈ കച്ചവടത്തിൽ ലാഭം എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു തുക പെട്ടെന്ന് കയ്യിലോട്ട് വരുന്നൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ സാമാന്യമായിട്ടുള്ള ലാഭം ഉണ്ടാവുകയും ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനം ഗുണകരമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ അഗ്നി, വൈദ്യുതി, ആയുധം തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ചൊവ്വ അവരുടെ 8ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ചൊവ്വയുടെ സ്ഥാനം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കർമ്മരംഗത്ത് കുറച്ച് മത്സരബുദ്ധിയൊക്കെ ഉണ്ടാകും. ബിസിനസ്സുകാരെ സംബന്ധിച്ച് മാർക്കറ്റിൽ പുതിയ സ്ട്രാറ്റജികൾ, പുതിയ ചില നയങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നേറാനായിട്ട് കഴിയുന്ന കാലഘട്ടമാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ പോവുകയാണെങ്കിൽ ബിസിനസ് ലാഭകരമാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ രംഗത്ത് പരിചയമുള്ള വിദഗ്ധരുമായിട്ട് കൂടിയാലോചിച്ച് ബിസിനസ് വിപുലീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ എല്ലാവരും, ബിസിനസ്സുകാർ മാത്രമല്ല, ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിലും ഒരു സ്വാശ്രയത്വ ബോധം ഉണ്ടാകുന്ന സമയമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും.
ഈ സമയത്ത് നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുന്ന വഴി നമുക്ക് ജീവിതത്തിൽ തുണയാകും. അതുകൊണ്ട് ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കുക. ശുക്രൻ്റെ മൗഢ്യം മാറി നല്ലൊരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയത്തിൽ കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് സാധിക്കും. നിലവിൽ പുതിയ ജോലി വാങ്ങിക്കുന്നത് അത്ര ഗുണകരമല്ല. നിലവിലുള്ള ജോലി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അന്യ നാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനായിട്ട് സാധിക്കും. നാട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം, വീട് സന്ദർശിക്കാനൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്നതാണ്. തീർത്ഥയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ സാധിക്കും. കുറേയേറെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യാനായിട്ട് ചോതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അതിലൂടെ പൂർവ്വ പുണ്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പൂർവ്വ പുണ്യത്തോടൊപ്പം ആർജിത പുണ്യം കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സാമാന്യ അനുകൂലമായൊരു സന്ദർഭമാണ്. ചോതി നക്ഷത്രക്കാർ ഇത് നന്നായിട്ട് ഉപയോഗിക്കുക. വ്യാപാരമൊക്കെ വളരെ ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായ സമയമല്ല. കുറേ ആലസ്യമൊക്കെ അനുഭവപ്പെട്ടേക്കാം. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്ന ഒരു രീതി ഉണ്ടായേക്കാം. അതൊക്കെ നമ്മുടെ പുരോഗതിയെ ബാധിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. മനസ്സ് കുഴങ്ങുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെ വിശ്വസ്തരായിട്ടുള്ളവരോടും ഓരോരോ രംഗത്തും വിദഗ്ധരായിട്ടുള്ളവരോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മളൊരു തീരുമാനം അങ്ങ് എടുക്കുക. പ്രാർത്ഥനയോടുകൂടി ഒരു തീരുമാനം എടുക്കുക. അത് ഗുണകരമായിട്ട് വരും. പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഈ മാസം മുഴുവൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടൊരു മത്സര ബുദ്ധി, അവരെന്നേക്കാൾ ഇത്തിരി മുകളിലാണോ, ഞാൻ അവരെ മറികടക്കാം എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ അതേ സമയത്ത് ധനപരമായിട്ട് കുറച്ച് ആശ്വാസമുള്ള സമയമാണ്. ഇൻഷുറൻസ്, ലോണ്, ചിട്ടി തുടങ്ങിയവയിൽ നിന്നൊക്കെ ആദായം ലഭിക്കുന്ന കാലമാണ്. നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ, സ്വർണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വില കൂടുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പുതിയ സംരംഭങ്ങളിൽ അല്പം പ്രയാസം ഉണ്ടാകും. കാരണം നമ്മുടെ പ്രിപ്പറേഷൻ്റെ കുറവ് കൊണ്ടാണ്. നമ്മൾ വേണ്ടത്ര വിദഗ്ധോപദേശമൊന്നും സ്വീകരിക്കാതെ ചാടിക്കറി ചെയ്ത പല കാര്യങ്ങളും നമുക്ക് തിരിച്ചടിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. അനാവശ്യ ചിന്തകൾ മനസ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. കലാപ്രവർത്തനങ്ങൾക്ക് അത്ര ഗുണകരമായ സമയമല്ല. ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പ്രോത്സാഹനം കിട്ടണമെന്നില്ല. സുഹൃത്തുക്കളിൽ നിന്നും മനസ്സിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് കമ്മീഷൻ വ്യാപാരം, ഏജൻസി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഗുണകരമാണ്. അതിൽ നിന്ന് നല്ല ആദായം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ കരാറുകളിൽ ഏർപ്പെടുമ്പം രേഖകളൊക്കെ സൂക്ഷിക്കണം. കരാർ പണികളിൽ ഏർപ്പെടുന്നത് മൂലം നമ്മളെ ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ കരാർ എടുക്കുന്നവർക്ക് പൈസ കിട്ടാൻ അല്പം താമസം ഉണ്ടായേക്കാം. പക്ഷേ ആ പണിയിൽ നിന്ന് ഒരുവിധം നല്ല ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലെ അന്തരീക്ഷം പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. യാത്രകൾ വർദ്ധിക്കുകയും അതുമൂലം കുറച്ച് അലച്ചിലും ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മീയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കാൻ സാധിക്കില്ല. പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. പക്ഷേ പലപ്പോഴും ആ സമയത്ത് നമ്മൾ യാത്രയിലോ ഒക്കെ ആയിരിക്കാൻ ഉള്ളതാണ് സാധ്യത. അപ്പോൾ ആ യാത്രയിലാണെങ്കിലും മനസ്സിലെങ്കിലും ഒരു പ്രാർത്ഥന കൊണ്ടു നടക്കുക. അത് നിങ്ങൾക്ക് ഗുണകരമാകും. അടുത്ത അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ പൂർണ്ണമായിട്ടും അനുകൂലമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കാര്യങ്ങൾ നടക്കാത്തത് മനസ്സിന് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാക്കും. മനസ്സിന് സുഖക്കുറവ്, ശരീരത്തിന് സുഖക്കുറവ് ഉണ്ടാകാനിടയുള്ള ഒരു മാസമാണ്. പലപ്പോഴും നമ്മുടെ ലക്ഷ്യം നേടാനായിട്ട് 2 or 3 തവണ ശ്രമിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പരീക്ഷയിലൊക്കെ മാർക്ക് കിട്ടും യഥാർത്ഥത്തിൽ. പക്ഷേ അവർക്ക് ടെൻഷൻ ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി പെർഫോം ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പ്രയാസം തോന്നിയേക്കാം. ഔദ്യോഗിക രംഗത്ത് അത്ര ഗുണകരമല്ല അനിഴ നക്ഷത്രക്കാർക്ക് ഈ മാസം. നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ മേലധികാരികൾ ചെവിക്കൊള്ളാത്തത് കൊണ്ടുള്ള ഒരു മനപ്രയാസം ഉണ്ടായേക്കാം. നമ്മൾ പറയുന്നതായിരിക്കും ശരി, പക്ഷെ അവർ ഉടനെ തന്നെ അതിനെ എതിർത്തുകൊണ്ട് അവരുടെ ഒരു അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ നോക്കും. നമുക്കത് പ്രയാസം ഉണ്ടാക്കും. കരാർ പണികൾ, ഏജൻസികൾ തുടങ്ങിയവയിൽ നിന്ന് ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
വരവ് ചെലവുകൾ നിയന്ത്രിക്കാൻ അല്പം ബുദ്ധിമുട്ടും, ചിലവ് ഇച്ചിരി കൂടിയായിരിക്കും നിൽക്കുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കർമ്മരംഗത്ത് കുറച്ച് ഉദാസീനത ഉണ്ടാകും. കാരണം സൂര്യൻ 8-ലായിരിക്കും സഞ്ചരിക്കുന്നത്. മേലധികാരികളുടെ കോപത്തിന് ഇരയായെന്ന് വരാം. ജോലിഭാരം വർദ്ധിച്ചേക്കാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ ആലോചനകളൊക്കെ ഗുണകരമായിട്ട് വരുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ നിന്ന് കുറച്ച് ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ നയപരമായിട്ട് കൈകാര്യം ചെയ്യണം. കൂട്ടുകച്ചവടത്തിൽ വിദേശ യാത്രകൾ അല്ലെങ്കിൽ വിദേശ ബിസിനസ് ബന്ധങ്ങളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. കുടുംബ സംഗമങ്ങളൊക്കെ നടത്താനായിട്ട് സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനം എടുക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഈ ജൂലൈ മാസത്തിൻ്റെ ആദ്യ പകുതി ഭാഗം. രണ്ടാമത്തെ പകുതി ആകുമ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല. എങ്കിൽ പോലും ഒരു അനിഷ്ടം നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടോ മേലധികാരികളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ബന്ധുക്കളുമൊക്കെ ആയിട്ട് ഒരു അനിഷ്ട അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുക. സംസാരം എപ്പോഴും ശ്രദ്ധിക്കുക. മാന്യമായിട്ട് മാത്രമേ സംസാരിക്കാവുള്ളൂ. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരുടെ സാമാന്യ ഫലമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ഒക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത്ര എളുപ്പത്തിൽ അത് കിട്ടണമെന്നില്ല. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കുറച്ച് കാലം ഇരുന്ന ശേഷമേ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും നിയമന ഉത്തരവ് കിട്ടാൻ വേണ്ടിയിട്ട്, സ്വകാര്യ മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിലും നിയമന ഉത്തരവ് കിട്ടാനായിട്ട് കാത്തിരിക്കേണ്ടി വന്നേക്കാം. നമുക്ക് ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ശരിക്കും അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഇച്ചിരി കാലതാമസം ഉണ്ടാകും. സാമ്പത്തികമായിട്ട് അത്ര മെച്ചം പറയാൻ പറ്റാത്തൊരു കാലമാണ്. എങ്കിലും അത്യാവശ്യ ചെലവുകളൊക്കെ നടന്നു പോകുന്ന ഒരു കാലഘട്ടവുമാണ്. വരുമാനം എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ആഡംബരത്തിനുള്ള ഒരു എമൗണ്ട് കയ്യിലോട്ട് വരണം എന്നില്ല. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. പല സ്കില്ല് ആവശ്യമുള്ള പല കാര്യങ്ങളിലും ട്രെയിനിങ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കുക. ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന പരിശീലനങ്ങൾ, അതായത് ടെക്നിക്കലായിട്ട് പ്രത്യേകിച്ച് സാങ്കേതിക രംഗങ്ങളിൽ, എൻജിനീയറിങ്, ടെക്നോളജി വിഭാഗങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ പരിശീലന പരിപാടികൾ ഭാവിയിൽ വളരെയേറെ ഗുണപ്പെടുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് പുതിയതായിട്ടൊരു കാര്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ കരിയറിന് വളരെയേറെ വിജയമായിരിക്കും ഭാവിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ കടബാധ്യതകൾ പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉദ്ദേശിക്കുന്ന രീതിയിൽ തിരിച്ചടവ് സാധ്യമാകണം എന്നില്ല. ബിസിനസ്സിൻ്റെ വിപുലീകരണം അത്ര എളുപ്പമല്ല. പല തവണ ശ്രമിക്കേണ്ടി വരും. ഉദ്ദേശിക്കുന്ന നേട്ടം കൈവരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടും. കുടുംബകാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നതാണ്. ശത്രുക്കളുടെ പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. മാസത്തിൻ്റെ തുടക്കത്തിൽ ഈ ചൊവ്വയുടെ ഒരു പ്രതികൂലാവസ്ഥ ഉണ്ടായേക്കാം. എങ്കിലും ചൊവ്വ 6-ൽ സഞ്ചരിക്കുന്ന ഒരു സമയം ശത്രു ദോഷമൊക്കെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ചൊവ്വ 6-ൽ വരുമ്പോൾ ചില കാര്യങ്ങൾക്ക് ശത്രുദോഷം മാറും, ശത്രുക്കളെ തോൽപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ അല്പം മാനസിക പ്രയാസവും സമ്മർദ്ദമൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നമുക്ക് ബിസിനസ് കുറച്ച് ഒന്ന് മെച്ചപ്പെടുത്താൻ സാധിക്കും. ഏതാണ്ട് ഈ ഗ്രഹങ്ങളുടെ എല്ലാം മാറ്റങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയ ഒരു തടസ്സം പോലെ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും ഇതൊക്കെ നമ്മൾ ഓർക്കുക, താൽക്കാലിക ഫലമാണ്. അതിലൊന്നും നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ജൂലൈയിൽ ഈ 2-ാം വാരം ആകുമ്പോഴത്തേക്കും, ജൂലൈ 12 ആകുമ്പോഴത്തേക്കും ചൊവ്വ 7-ലോട്ട് മാറും. അത് ദാമ്പത്യത്തിന് അത്ര ഗുണകരമല്ല. വീട്ടിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ചൊവ്വ എപ്പോഴും കലഹകാരകനാണ്. കലഹകൃത് എന്നാണ് ചൊവ്വയുടെ ഫലമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചൊവ്വ 7-ലോട്ട് വരുമ്പോൾ 7 എന്ന് പറയുന്നത് ഭാര്യയുടെ ഭാവമാണല്ലോ, ജീവിത പങ്കാളിയുടെ ഭാവമാണല്ലോ. അപ്പോൾ അവിടെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ തൃക്കേട്ട എന്ന് പറയുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വൃശ്ചികത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായ വ്യത്യാസം എന്നുള്ളതല്ലാതെ അടിപിടി വഴക്കുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയും ഇല്ല. പിന്നെ സൂര്യൻ്റെ സ്ഥാനം കൊണ്ട് ചുമതലകൾ വർദ്ധിക്കുന്നതാണ് ഈ മാസത്തിൽ. ഉദ്യോഗസ്ഥരെയൊക്കെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റത്തിന് ഒരല്പം കൂടെ കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. പഠനത്തിന് അനുകൂലമായ കാലഘട്ടമാണ്. എപ്പോഴും ഒരു പ്രശ്നമുള്ളത്,
അല്പം ഒരു അലസത അനുഭവപ്പെടുന്ന സമയമാണ്. ചിന്തകൾ കൂടും, പ്രവർത്തനം കുറയും. അങ്ങനെ ആ അലസത നമ്മളെ ഇത്തിരി പിന്നോട്ട് വലിക്കുന്ന ഒരു മാസമാണ് ഈ ജൂലൈ മാസം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച്. 5-ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഒരല്പം ചിലവ് കൂടും. വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് ഭംഗിപ്പെടുത്താനോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വഴി മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ വീടിന് അറ്റകുറ്റപ്പണി ചെയ്യാനോ ഒക്കെ ആയിട്ട് കുറേ ധനം ചെലവഴിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എങ്കിൽ പോലും അപ്പം പൂർണ്ണമായി അനുകൂലമല്ല, കുറച്ച് പ്രതികൂലത കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നിരാശപ്പെടാനൊന്നുമില്ല. അല്പം കണ്ടറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ധനനഷ്ടമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. മാരകദോഷമൊന്നും ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല. പിന്നെ നമ്മൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ താൽക്കാലിക ഫലമായിട്ട് പറയാനുള്ളത്. ഇത് സാമാന്യ ഫലമാണ്, പൊതുവായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടാനിടയുള്ള ഫലമാണ്. ഇതിൻ്റെ ഏതാണ്ട് ഒരു 3/4 പങ്കും ഓരോരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നക്ഷത്ര സ്വഭാവം കൂടെ ചേർത്താണ് ഞാൻ ഈ ഫലം ഏകദേശം കണക്കാക്കിയിട്ടുള്ളത്. ഈ ചില നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലർ ബന്ധുക്കളുമായിട്ട് പെട്ടെന്ന് പിണങ്ങും, ചിലർക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ താൽക്കാലിക ഫലം ചിന്തിക്കുമ്പോൾ അറിയേണ്ടതായിട്ടുള്ള. അപ്പോൾ അതിൽ കൂടെ ചേർത്താണ് നമ്മൾ ഇത് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ചിലർ പെട്ടെന്ന് കാര്യം സാധിക്കും പ്രാർത്ഥന കൊണ്ട്, ചിലർക്ക് ആത്മീയത അല്പം കൂടുതലായിരിക്കും ചില നക്ഷത്രക്കാർക്ക്. ഞാനത് നക്ഷത്ര ജാലകം എന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേക സ്വഭാവങ്ങൾ, അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നോക്കാവുന്നതാണ്, ആ വീഡിയോകളും പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും അച്ഛനമ്മമാർക്കും ഒക്കെ കാലം നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.